സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തന്നെ ഇങ്ങനെ ആവേശകരമായി നടക്കുമ്പോൾ കൂടുതൽ ആവേശമാകുന്നത് മുഖ്യമന്ത്രി കൂടി തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇറങ്ങുന്നത് കൊണ്ടാണ്. വലിയൊരു ആവേശം തന്നെ സ്ഥാനാർത്ഥികളിൽ കാണുന്നുണ്ട്, വലിയൊരു ആത്മവിശ്വാസം, ആവേശത്തിനപ്പുറത്ത് വലിയൊരു ആത്മവിശ്വാസം തന്നെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ മുഖ്യമന്ത്രി കൂടി തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെ മുഖ്യമന്ത്രി ആലപ്പുഴയിലാണുള്ളത്. ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഷാജഹാനുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഷാജഹാൻ, എങ്ങനെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ പുരോഗമിക്കുന്നത്? ഇനി ഇന്നും നാളെ മുഖ്യമന്ത്രി കൂടി അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആവേശമായിരിക്കുമല്ലോ സ്ഥാനാർത്ഥിക്കും ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകർക്കൊക്കെ. തീർച്ചയായിട്ടും കീർത്തി, നമുക്കറിയാം നോമിനേഷനൊക്കെ സ്ഥാനാർത്ഥികൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പ്രചരണ രംഗം കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ആലപ്പുഴയെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ആരിഫ് ശക്തമായ പ്രചരണത്തിലാണ്. ബൂത്ത് തലത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു. പക്ഷേ KC വേണുഗോപാൽ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം AICCയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ മണ്ഡലത്തിലെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ പ്രചരണത്തിനായിട്ട് ആലപ്പുഴയിലെത്താറുണ്ട്. കഴിഞ്ഞ ദിവസം നോമിനേഷൻ കൊടുക്കാൻ എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ അദ്ദേഹം നമുക്കറിയാം അവരുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിക്ക് പോയത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും പ്രചരണ രംഗത്തെത്തും. ഇങ്ങനെ ശോഭാ സുരേന്ദ്രനും ഒക്കെ തന്നെ വളരെ സജീവമായിട്ട് ശക്തമായ പ്രചരണം നടത്തുകയാണ് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം കഴിഞ്ഞ തവണ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും 19 സീറ്റുകളിലും UDF വിജയിച്ചപ്പോൾ പിടിച്ചു നിർത്തിയത് ആലപ്പുഴ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ എങ്ങനെയും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ UDF അവരുടെ തുറുപ്പ് ചീട്ടായിട്ടുള്ള KC വേണുഗോപാലിനെ ഇറക്കിയിരിക്കുന്നത്. കാര്യം KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴക്കാർക്ക് സുപരിചിതനാണ്. ഏതാണ്ട് 23 തവണ ആലപ്പുഴയിൽ MP ആയും MLA ആയും ഒക്കെ തന്നെ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു പ്രചരണം നടക്കുന്നു. ഈ പ്രചരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ 2 പ്രചരണ യോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത്. ഒന്ന് പാതിരാപ്പള്ളിയിലും അതിനുശേഷം ചേർത്തലയിലും. ഇത്തരത്തിൽ 2 പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് കായംകുളം മണ്ഡലത്തിലാണ് പ്രചരണ യോഗം നടക്കുന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താ സമ്മേളനം ഏതാണ്ട് 9:30 മണിയോടുകൂടി ചേർത്തലയിൽ അദ്ദേഹം രാവിലെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 9:30 മണിയോടുകൂടി വാർത്താ സമ്മേളനം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ആദ്യ പ്രചരണ യോഗമായിട്ടുള്ള ചേർത്തലയിലെ പുത്തനമ്പലത്താണ് ആദ്യ യോഗം നടക്കുന്നത്. അങ്ങോട്ടേക്കാണ് അദ്ദേഹം ആദ്യം പോകുക. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ UDFൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് അവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ഒട്ടനവധി കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നില്ല. പ്രധാനമായിട്ടും പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ മൗനം പാലിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് പ്രധാനമായിട്ടും ചർച്ചാ വിഷയമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ ഉണ്ടാകുക. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി നടക്കുക. നാളെ 7-ാം തീയതി മാന്നാറിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നത്. അരുൺകുമാറിൻ്റെ പ്രചരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് ആലപ്പുഴ മണ്ഡലവും അതോടൊപ്പം തന്നെ മാവേലിക്കര മണ്ഡലവും പോകുന്ന ഈ സമയത്താണ് മുഖ്യമന്ത്രി തൻ്റെ 2 ദിവസത്തെ പ്രചരണത്തിനായിട്ട് ആലപ്പുഴയിൽ നിന്ന് എത്തിച്ചേരുക. കീർത്തി.